ഈ ഒരു റിസോർട്ടിലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി ആ വീഡിയോ കാണാതെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസോർട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സ്ട്രക്ചർ മനസ്സിലാവും. അതിനുശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, നമുക്കിനി നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ആദ്യത്തെ പ്രീമിയം കാറ്റഗറി ടൈപ്പിലുള്ളൊരു ട്രീ ഹട്ടാണ്. ഏകദേശം 5 പേർക്ക് വരെ വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രീമിയം ടൈപ്പ് ട്രീ ഹട്ട്. നമുക്കിനി അതിൽ കയറിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. എല്ലാ ട്രീ ഹട്ടിലേക്കും ഇതേപോലെ തന്നെയാണ് എൻട്രി വരുന്നത്. ഇതേപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഗാർഡനൊക്കെ അവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു വരാന്തി. ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് വുഡ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ബെഡ് മേക്കിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു മിനി ടേബിളും അതേപോലെ തന്നെ ചാർജിങ് പോയിൻറ്റും കാണാൻ സാധിക്കും. ഈ ഒരു വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു പോണ്ട് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിനൊക്കെ കൊടുക്കുന്നത്. വൈകുന്നേരം 5 മണി വരെയൊക്കെയാണ് അതിൻ്റെ മെയിൻ ടൈം വരുന്നത്. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആനയൊക്കെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് 5 മണി 5:30 ആകുമ്പോഴേക്കും തിരിച്ച് അവിടെ നിന്ന് നമ്മൾ റിസോർട്ടിലേക്ക് തന്നെ കയറി വരണം. അതേപോലെ തന്നെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വാൾ ഫാനും അതേപോലെ തന്നെ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള 2 ചെയറും അവർ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും AC, അതേപോലെ തന്നെ സ്മാർട്ട് TV, പിന്നെ നിങ്ങൾക്ക് ലഗേജോ മറ്റോ സൂക്ഷിക്കാനുണ്ടെങ്കിൽ ഷെൽഫിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്, ടീ സപ്ലൈസ്, ഇലക്ട്രിക് കെറ്റിൽ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു ചെറിയ മിനി ഫ്രിഡ്ജും കൂടെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ചെറിയൊരു വേസ്റ്റ് ബിന്നും കൂടി ഇതിലവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 പേർ ഒരു എക്സ്ട്രാ ബെഡും കൂടെ ചേർക്കുകയാണെങ്കിൽ 3 പേർക്ക് വരെ ഈ ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അപ്സ്റ്റെയറിൽ അപ്പർ പോർഷനിൽ ഒരു റൂമും കൂടെ വരുന്നുണ്ട്. ഞാനതും കൂടെ കാണിച്ചു തരാം. അപ്പർ പോർഷനിൽ 2 പേർക്ക് കിടക്കാനുള്ളൊരു ബെഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. കാണാൻ സാധിക്കും. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റൂമിന് വലിയ സ്പേസ് അല്ല, ചെറിയൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെഡിന് ആവശ്യത്തിനുള്ളൊരു വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ റൂമിൽ AC കൊടുത്തിട്ടില്ല, ഫാനാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കർട്ടൻസൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ചെറിയൊരു വ്യൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ കോമൺ ബാൽക്കണി ഏരിയ. നിങ്ങളിപ്പോൾ ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുള്ളൊരു ചെറിയ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് ടൈം നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല. കാരണം ഉറുമ്പും അതേപോലെ തന്നെ കുരങ്ങന്മാരൊക്കെ വന്നിട്ട് ഇവിടെ മൊത്തത്തിലാകെ അലമ്പാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കാം. ഈ 2 ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ട് താഴത്തെ ഫ്ലോറിലാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന് ആവശ്യത്തിന് സ്പേസും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും അവർ ഈ ഒരു ബാത്റൂം കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള 2 ബെഡ്റൂം ട്രീ ഹൗസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. മാക്സിമം 5 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രീമിയം കാറ്റഗറി ട്രീ ഹട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ഇവിടെ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രീ ഹട്ട് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിലേക്ക് നിങ്ങളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ്, അതായത് ഡേറ്റ് എപ്പോഴാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഫാമിലി ആണോ കപ്പിൾസ് ആണോ, Z കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രൈസ് എന്തുകൊണ്ടാണ് ഞങ്ങൾ റിവീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്ത് ഓരോ പ്രൈസ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല ഒരിക്കലും പ്രൈസ്, അത് മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൈസും കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ അടുത്ത സ്റ്റാൻഡേർഡ് ടൈപ്പ് ഒരു ട്രീ ഹട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം.